ഹായ്, ഇന്ന് കുറച്ച് വിത്തുകൾ നടാം കേട്ടോ. തക്കാളി വിത്തും പിന്നെ പീച്ചിലിൻ്റെ വിത്തും കൂടി. അപ്പോൾ ഇത് ഹൈബ്രിഡ് വിത്താണ്, നമ്മൾ ട്രേയിലാണ് നടുന്നുള്ളത്. നോക്കാം, നടാം. ഞാനിത് ചകിരിച്ചോറും പിന്നെ മണ്ണും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് തക്കാളിയുടെ വിത്ത്. ഒത്തിരി വിത്തുകളുണ്ട്. അപ്പം നമുക്ക് ഒരു 10-20 തക്കാളി വിത്ത് ഇപ്പോൾ ഇടാം. കുഞ്ഞു കുഞ്ഞരികളാണ് കേട്ടോ. ഇതിനകത്തൊരു തോട്ടം തുടങ്ങാനുള്ള വിത്തുണ്ട് കേട്ടോ. ഒരുപാട് വിത്തുകളുണ്ട് ഇതിനകത്ത്. ഇതിലോട്ട് എടുത്ത് നോക്കാം. പക്ഷേ പീച്ചിൽ ട്രേക്കത്തല്ല കേട്ടോ പാകുന്നത്, ഇതുപോലൊരു കവറിനകത്താണ്. അപ്പം ഇതെന്താണെന്നല്ലേ, ഇത് ചാണകം കേട്ടോ. നമ്മളിങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഇവിടെ അടുത്ത് റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കവർ കൊണ്ട് പോയാൽ മതി. ഇങ്ങനെ കുറേ കിട്ടും. അപ്പോൾ നമ്മളത് വൃത്തിയെടുത്തുകൊണ്ട് വരും. കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ 1 കിലോയുടെ പാക്കറ്റിന് 40 രൂപ കൊടുക്കണം. ഇതാവുമ്പോൾ ഒരു വലിയ കവറും കൊണ്ട് പോയാൽ മതി. നല്ല ഉണങ്ങിയത്. മഴക്കാലത്ത് ഇത് പറ്റൂല. ഇത് ഞാൻ വേനയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ആണ് നമ്മളത് പാകുന്നുള്ളത്. 2 വിത്ത് വെച്ചിട്ട് ഇടാമല്ലോ ഇങ്ങനത്തെ ചിമ്മിക്കൂടിനകത്ത്. അപ്പോൾ 2 വിത്ത് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഞാനിത് മണ്ണ് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മൾ മണ്ണ് സെറ്റായിട്ടുണ്ട്. ഇതിന് കവറിനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നുകൂടെ നമുക്ക് 1-2 ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിലും അങ്ങനെ തന്നെ ഒത്തിരി വിത്തുകളുണ്ട്. നമ്മളിപ്പോൾ 2 വിത്ത് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. 2-3 ഇട്ടേക്കാം, നോക്കാം. എല്ലാം മുളയ്ക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടൊരു 3 വിത്തിടാം. മൂന്ന് വിത്തെടുത്തിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മളെ പീച്ചിലും നട്ടു കഴിഞ്ഞിരിക്കണം.